നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. ഒടിഞ്ഞ കൈവിരലും വെച്ചിട്ടാണ് എമിലിയാനോ മാർട്ടിനസ് കളിക്കാനിറങ്ങിയത്. വാമപ്പ് സമയത്താണ് കൈവിരൽ ഒടിഞ്ഞത്. എന്നാലും പിൻവാങ്ങാൻ അദ്ദേഹം തയ്യാറായില്ല. കളിക്കളത്തിലേക്ക് ഇറങ്ങി ഇതാ ഫ്രീബർഗിനെ തോൽപ്പിച്ചുകൊണ്ട് ആസ്റ്റൺ വില്ലക്കൊപ്പം അദ്ദേഹം യൂറോപ്പ ലീഗിൽ മുത്തമിട്ടിരിക്കുന്നു. എമി തന്നെ കളിക്ക് ശേഷം പറഞ്ഞു, ഇന്ന് എൻ്റെ ഫിംഗർ വാമപ്പ് സമയത്ത് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു, ഒടിഞ്ഞിരുന്നു. ശരിക്കും പറഞ്ഞാൽ വളരെ ബാഡായിട്ടുള്ളൊരു കാര്യം. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ബാഡായിട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ സംതിങ് ഗുഡായിട്ട് അതിൻ്റെ പിന്നാലെ സംഭവിക്കും. ഇതെൻ്റെ മൊത്തം ജീവിതത്തിൽ ഇങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ തുടരും. അദ്ദേഹത്തിൻ്റെ തമാശ കലർന്ന വാക്കുകളാണ്. എനിക്കിതിൽ ആശങ്കയുണ്ടെന്ന് ചോദിച്ചാൽ, എനിക്കിതിന് മുമ്പ് എൻ്റെ കൈവിരൽ ഒടിഞ്ഞിട്ടില്ല. അപ്പോൾ ബോൾ എല്ലാ സമയത്തും ഞാൻ പിടിക്കുന്ന സമയത്ത് അത് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്തരം കാര്യങ്ങളിലൂടെ നമ്മൾ ചിലപ്പോൾ കടന്നു പോകേണ്ടി വരും. എന്തായാലും ആസ്റ്റൺ വില്ലയ്ക്ക് വേണ്ടി ഒരു കിരീടം നേടാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെ സന്തോഷവാനാണ് എന്നുകൂടി എമി മാർട്ടിനസ് പറഞ്ഞു. എന്തായാലും ഏകപക്ഷീയമായ 3 ഗോളുകൾക്കാണ് യൂറോപ്പ ലീഗിൻ്റെ ഫൈനലിൽ ആസ്റ്റൺ വില്ല ഫ്രീബർഗിനെ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. ടേൽമാൻസും ബ്യോണ്ടിയയും റോജേഴ്സുമാണ് അവർക്കായിട്ട് ഗോളുകൾ കണ്ടെത്തിയത്. മത്സരത്തിൽ ആധിപത്യം പുലർത്തിയത് ആസ്റ്റൺ വില്ല തന്നെയായിരുന്നു. നിരവധി അവസരങ്ങൾ അവരുണ്ടാക്കിയെടുത്തു. കളിയുടെ 40-ാമത്തെ മിനിറ്റിലാണ് ടെൽമെൻസിലൂടെ ആസ്റ്റൺ വില്ല ലീഡെടുക്കുന്ന ഇടവേള സമയത്ത് അവർ 2-0 മുന്നിലേക്ക് പോയി. അവസാന ഘട്ടത്തിൽ എമിലിയാനോ ബോണ്ടിയുടെ ഗോൾ കൂടി വന്നപ്പോൾ കംഫർട്ടബിൾ ലീഡായി കഴിഞ്ഞിരുന്നു. രണ്ടാം പകുതിയിൽ റോജേഴ്സിൻ്റെ ഗോൾ കൂടി വന്നപ്പോൾ ഏകപക്ഷീയമായ 3 ഗോളുകളുടെ വിജയത്തോടു കൂടി ആസ്റ്റൺ വില്ല കിരീടം ഉയർത്തി. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.